ആക്ഷനും അതിൻ്റെ റിയാക്ഷനുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനി കുട്ടികളിൽ നിന്നുണ്ടാകുന്ന ഒരു വലിയ റിയാക്ഷനാണ് ഈ ടീനേജ് സമയത്ത് കുട്ടികൾ വല്ലാതെ മാതാപിതാക്കളോട് റിയാക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഭാര്യയുടെ റിയാക്ഷൻ, ഭർത്താവിൻ്റെ റിയാക്ഷൻ, അതേപോലുള്ള ഫാമിലി പേഴ്സൺസിൻ്റെ റിയാക്ഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്നലെ നമ്മൾ എംപ്ലോയീസിൻ്റെ റിയാക്ഷൻസിനെ കുറിച്ച് പറഞ്ഞു. കുട്ടികളുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ നമ്മൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു മിത്ത് ഉണ്ട് അവരിൽ. ഐ ഹാവ് ഫ്രീഡം വെൻ ഐ ബിക്കെയിം 15, ഐ ബിക്കെയിം 12, ഐ ബിക്കെയിം 10, ഐ ബിക്കെയിം മെച്യൂർ എന്നൊക്കെ ഉള്ള ഒരു ലൈൻ അവരിൽ അഡ്വാൻറ്റഡ് ആയിട്ട് നമ്മൾ സോഷ്യലി ഫീഡ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. അത് തുടർച്ചയായിട്ട് പറയുന്നത്, നീ 15 വയസ്സായി വലിയ കുട്ടിയായല്ലോ, 10 വയസ്സായി വലിയ കുട്ടിയായില്ലേ, ഇനി നിനക്ക് ഒറ്റയ്ക്ക് ചെയ്തൂടെ, എന്താ ഇനി നിന്നെ ആരും വേണോ? ഈ ചോദ്യം ഇങ്ങനെ 8 വയസ്സ്, 10 വയസ്സ്, 12 വയസ്സ്, 15 വയസ്സിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പം ഓട്ടോമാറ്റിക്കലി ക്ലാസ്സിലെ ഓരോ ടീച്ചേഴ്സും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. കാണുന്ന ഓരോ മുതിർന്ന ആളുകളും റിലേറ്റീവ്സും വീട്ടിലെ വളരെ വേണ്ടപ്പെട്ട ആളുകളും ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആക്ച്വലി ഇത് നമ്മൾ പറയുന്നത് അവരെ റെസ്പോൺസിബിൾ ആക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇതിൻ്റെ ഇമ്പാക്റ്റോ അതല്ലെങ്കിൽ ഇതിൻ്റെ ഹെവി ആയിട്ടുള്ള റിസൾട്ടോ പലപ്പോഴും റിഫ്ലക്റ്റ് ചെയ്തതായിട്ട് നമ്മൾക്ക് കാണാറുള്ളത് അതൊരു ഫ്രീഡത്തിൻ്റെ ടൈമാണ്. ഒറ്റക്ക് കാര്യങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് എന്തും ചെയ്യാൻ പറ്റുന്ന ഫ്രീഡം തരുന്ന സമയമാണ് എന്നുള്ളൊരു തോട്ടിലേക്കാണ് കുട്ടികളെ ഡെവലപ്പ് ചെയ്യിപ്പിച്ചത്. ഞാൻ ഈ പറയുന്ന ഈ തോട്ടിലെ ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം യൂട്യൂബിൽ താഴെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ കൂടെ രേഖപ്പെടുത്താം. ഞാനത് പറയാൻ കാരണം പലപ്പോഴും അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? അങ്ങനെ തന്നെ അല്ലേ നമ്മളും കുട്ടികളായ സമയത്ത് നമ്മളോട് പറഞ്ഞപ്പോൾ തോന്നിയത് അല്ലേ? റെസ്പോൺസിബിലിറ്റി 1 by 1 ആയിട്ട് ഏറ്റെടുക്കുവാനാണ് പ്രായം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായി വാഷ് ചെയ്യാൻ തുടങ്ങുന്നു, സ്വന്തമായി അയൺ ചെയ്യാൻ തുടങ്ങുന്നു, സ്വന്തമായി ട്രാവൽ ചെയ്യാൻ തുടങ്ങുന്നു, സ്വന്തമായി മൂവ് ചെയ്യാൻ തുടങ്ങുന്നു, സ്വന്തമായി കാര്യങ്ങളിൽ തിരിച്ചറിവിലേക്ക് വേണ്ടിയിട്ട് ബ്രെയിനെ വർക്ക് ചെയ്യിപ്പിച്ച് തുടങ്ങുന്നു. അതിൻ്റെ അർത്ഥം 10 വയസ്സിലോ 12 വയസ്സിലോ 15 വയസ്സിലോ 18 വയസ്സിലോ വീട്ടിലോ അച്ഛൻ്റെ അടുത്തോ അമ്മേൻ്റെ അടുത്തോ കെയർ ടേക്കറുടെ അടുത്തോ അതല്ലെങ്കിൽ ഗാർഡിയൻ്റെ അടുത്തോ പാരൻസിൻ്റെ അടുത്തോ ഒരു ഇൻഫർമേഷനും ഇല്ലാതെ സ്വന്തമായി എനിക്ക് പ്രായമായി എനിക്ക് തോന്നിയതുപോലെ ജീവിക്കാം എന്ന് തോന്നുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒരു ഇൻഡിവിജ്വലിന് മൗലികമായ സ്വതന്ത്രമായ ചിന്താ അവസ്ഥകളുണ്ടെന്നും ആ അവസ്ഥകളിലൂടെ അയാൾക്ക് പോകാനുള്ള സൗകര്യമുണ്ട് എന്നുള്ള രൂപത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയും ആളുകളെ ഫ്രീ ആക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ഉണ്ടാക്കിയ അപകടങ്ങൾ ഒരുപാടാണ്. അപ്പം അതുകൊണ്ട് നിയമം എന്താ പറയുന്നത്? നിയമം ഒരാളുടെ സ്വകാര്യത്തിലേക്ക് ഒളിഞ്ഞു നോക്കാൻ പാടില്ല. അപ്പം ഈയിടെ ഓസ്ട്രേലിയയിലോ മറ്റോ ആണ് എൻ്റെ ഓർമ്മ, എനിക്ക് കൃത്യമായിട്ടത് പറയാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. വളരെ കുഞ്ഞുനാളിലെ എന്തോ ഒരു സ്റ്റോറി കുട്ടി അച്ഛനും അമ്മയും പറയുന്നതുമായി ബന്ധപ്പെട്ട് ഫോട്ടോയുമായി കണക്ട് ചെയ്ത് ചെറിയ കുട്ടിയോട് ഉള്ള ഒരു സ്റ്റോറിയുമായി കണക്ട് ചെയ്തിട്ട് കുട്ടിക്ക് അത് എന്നോട് അങ്ങനെ ചെയ്യരുതായിരുന്നു അച്ഛനും അമ്മ എന്ന് പറഞ്ഞ് കുട്ടിക്ക് 18-20 വയസ്സിന് ശേഷം കുട്ടി അച്ഛനും അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കുന്നുണ്ടായി. കേസ് കുട്ടിക്ക് അനുകൂലമായിട്ട് വിധി വന്നു. ഞാനിത് പറയാൻ കാരണം ഇവിടെ എന്ത് അവകാശം, ഏത് അവകാശം, എങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്യേണ്ടത് സൈക്കോളജിക്കലി, അതൊരു വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇനി മറ്റൊന്ന്, ഇവിടെ റിയാക്ട് ചെയ്യുന്നത് കുട്ടി സ്വതന്ത്രമായി. ഇപ്പോൾ പല വീട്ടിലെയും രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ കംപ്ലൈൻറ്റ് കുട്ടി പഠിക്കുന്നുണ്ടോ എന്ന് അറിയുന്നില്ല, കുട്ടി എന്താ പഠിക്കുന്നതെന്ന് അറിയുന്നില്ല, കുട്ടി എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, കുട്ടിയുടെ മൊബൈലോ ലാപ്ടോപ്പിലോ എന്തുണ്ട് എന്ന് നമുക്ക് തീരെ മനസ്സിലാവുന്നില്ല. വി ആർ അൺഅവെയർ ആൻഡ് വി ആർ ടോട്ടലി എന്താ പറയുക, ഹൈഡഡ് ഫ്രം സോ മെനി തിങ്സ്. നമുക്കൊന്നും മനസ്സിലാവുന്ന കുട്ടി പഠിക്കുന്നുണ്ടോ, വളരുന്നുണ്ടോ, വിജയിക്കോ ഒന്നും അറിയാത്ത രൂപത്തിൽ ഇങ്ങനെ ദുഃഖിതരായി അകം മൊത്തം ഘനീഭവിച്ച ഗാഠമായ ദുഃഖവുമായിട്ട് രക്ഷിതാക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പല രക്ഷിതാക്കളും അങ്ങനെ തന്നെ പറയുന്നത്. നമുക്ക് പറയാൻ വയ്യ, മിണ്ടാൻ വയ്യ, സംസാരിക്കാൻ വയ്യ, ചിരിക്കാൻ വയ്യ, മുഖത്തിന് ചുളിവ് വരാൻ പാടില്ല. എല്ലാ നിലക്കും മാനസിക സംഘർഷങ്ങളിലേക്ക് മാതാപിതാക്കൾ ഡിപ്രഷനിലേക്ക് പോയിരിക്കുന്ന ഒരു കാലഘട്ടം. കുട്ടികൾ ഡിപ്രഷനിലല്ല ആക്ച്വലി. അപ്പോൾ കുട്ടികളുടെ ബിഹേവിയർ കാരണം മെൻ്റലി മാതാപിതാക്കൾ ഡിപ്രസ്ഡ് ആവുകയും ടോക്ക്ലെസ് ആവുകയും ചെയ്യുന്ന ഒരു സിനാരിയോ കഴിഞ്ഞ 5-10 വർഷമായിട്ട് ഓവറായിട്ട് റേസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഉണ്ടാകുന്ന സംഭവം. ഇനി അതിൻ്റെ പേരിൽ അവരെന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് അവർക്ക് ചോദിക്കാം. അപ്പോൾ അവരുടെ റിയാക്ഷൻസ് പ്രശ്നമാണ്, റിയാക്ട് ചെയ്താൽ അത് പ്രശ്നമാണ്. കുട്ടികളെ
ശിക്ഷാ രൂപത്തിൽ വളർത്താൻ പറ്റാത്ത രൂപത്തിൽ വിധികളും കാര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടായതുകൊണ്ട് അവർ റിയാക്ട് ചെയ്യുമോ എന്ന് പേടിച്ചു. കേരളത്തിൽ ഒരുപാട് അധ്യാപകർക്കെതിരെ ആവശ്യത്തിലേറെ കേസുകളുണ്ട്, അനാവശ്യമായ കേസുകളുമാണത്. അപ്പോൾ ഇത്തരത്തിലുള്ള സിനാരിയോസ് ഒക്കെ വെച്ച് കുട്ടികളെ വളർത്താൻ പറ്റാതാവുകയും വളരാൻ പറ്റാതാവുകയും ഒക്കെ ചെയ്തു. ഇന്ന് കുട്ടികളോട് ഇത് ചോദ്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഈ 2024-25 കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡ്രഗിന് അടിമപ്പെട്ടിരിക്കുന്ന കെമിക്കലുകൾക്ക് അല്ലെങ്കിൽ കൃത്രിമമായ ഡ്രഗുകൾ, അതായത് ശരിക്കും കൃത്രിമമായ പ്ലാസ്റ്റിക് ഡ്രഗുകളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. പ്രകൃതിയിൽ നിന്നുള്ള ഡ്രഗുകളെക്കാൾ ആളുകൾ ഉപയോഗിക്കുന്നത് കെമിക്കലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡ്രഗുകളാണ്. അപ്പം ഇത്തരം ഡ്രഗുകളിൽ ധാരാളമായി അഡിക്റ്റ് ആവുകയും അത് എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ ഈ ഡ്രഗുകളൊക്കെ ബോഡി റിയാക്ട് ചെയ്യുന്നുണ്ട്. അവരെടുക്കുന്ന ഇൻടേക്ക് എന്ന് പറയുന്ന ആക്ഷൻ ചെയ്തിട്ടുള്ള വലിയ റിയാക്ഷൻസ്, അത് ചെറിയ ആക്ഷനും വലിയ റിയാക്ഷൻസും ഒക്കെ ഉണ്ടാകുന്നത് നമുക്കറിയാം. ആറ്റം ബോംബ് ഉണ്ടാക്കുന്നതിന് അതിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷൻ ഒരു പക്ഷേ സയൻറ്റിസ്റ്റോട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കൽ പഠിച്ച് മനസ്സിലാക്കി ചെയ്യുന്ന സമയത്ത് ഓക്കെ ആണെങ്കിൽ, പക്ഷേ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സീരിയൽ ആയിട്ടുള്ള പൊട്ടുന്നത്, ആ ഒരു രീതി ഒരു വലിയ ഹെവി റിയാക്ഷൻ, ഒരു ആക്ഷൻ്റെ മുകളിൽ മൾട്ടിപ്പിൾ 1000 ടൈംസ് റിയാക്ഷൻ ഉണ്ടാകുന്ന രൂപത്തിലാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള കെമിക്കലുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ അവനവന് സ്വയം നഷ്ടപ്പെടുകയും മറ്റുള്ളവരോട് നഷ്ടപ്പെട്ട രൂപത്തിൽ ബിഹേവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന രൂപത്തിൽ കുട്ടികൾ ഇപ്പോൾ ധാരാളമായി ജീവിക്കുന്നത്. രക്ഷിതാക്കൾ അതിൻ്റെ പേരിൽ കനത്ത ഡിപ്രഷനിൽ പോയിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സോ രക്ഷിതാക്കളോട് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഒരു കാര്യമാണ്. ഒന്ന്, you have to learn something for a modern parent to be a modern parent. You just forget what is the parenting, art of parenting. Parenting is an art, everything you forget, and try to learn to be a 22K or 2020 യിലുള്ള വിശേഷമുള്ള ഒരു പാരൻറ്റിങ്ങിൻ്റെ ഒരു അഡ്വാൻസ്ഡ് മോഡേൺ ഒരു ഡിജിറ്റൽ പാരൻറ്റിങ്, ഇത്തരത്തിലൊരു ഏറ്റവും അഡ്വാൻസ്ഡ് പാരൻറ്റിങ് എന്താണെന്ന് പഠിക്കണം. എങ്ങനെ? അപ്പോൾ അതിനാണ് ഇനിയുള്ള ട്രെയിനേഴ്സ്, ഇത് കേൾക്കുന്ന ട്രെയിനേഴ്സെങ്കിലും ദയവായിട്ട് അത്തരത്തിലുള്ള മോഡ്യൂളുകളാണ് പാരൻറ്റിങ്ങിൽ ഇനി ഉൾപ്പെടുത്തേണ്ടത്. അല്ലാതെ പഴയ പാരൻറ്റിങ് മോഡ്യൂളുകളല്ല ഇനി വർക്ക് ചെയ്യുക. അപ്പോൾ ആ രൂപത്തിലേക്ക് ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്ന് രക്ഷിതാക്കൾ മാറി ഒരു ഡെവലപ്ഡ് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് രക്ഷിതാക്കൾ മാറുക കൂടി ചെയ്യണം. എനിക്ക് അങ്ങനെ കഴിയൂ എന്നുള്ള രൂപത്തിൽ മാറിയിട്ട് എന്നെ കൊണ്ട് കഴിയും, ഞാൻ ഐ വിൽ ടേക്ക് കെയർ ഹിം ഹെർ എന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറാം. അപ്പം അത്തരം ഒരു അഡ്വാൻറ്റേജും പലപ്പോഴും കഴിഞ്ഞൊരു ദിവസം ചർച്ചയിൽ തന്നെ ഞാൻ പറയണ്ടായി, കുട്ടികൾ തീരെ അണവെയറായിട്ട് എവിടെയെങ്കിലും പോകുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ ബ്രെയിൻ വർക്ക് ചെയ്യാൻ പറ്റാവുന്ന വീഡിയോ ഗെയിം സ്റ്റേഷനുകൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും വീണ്ടും ബെറ്റർ ആയിരിക്കുക. കാരണം പബ്ലിക്കായിട്ടുള്ള ഹാളിൽ ഒരു ചെറിയ വീഡിയോ ഗെയിം, നല്ല ഒരു ബ്രെയിൻ വർക്ക് ചെയ്യുന്ന രൂപത്തിൽ ചെസ്സോ ഫുട്ബോളോ അല്ലെങ്കിൽ മൂവ്മെൻറ്റോ തോട്ട്സോ ബ്രെയിൻ ആക്ടിവേഷനോ കൂടുതലുണ്ടാവുന്ന എന്തെങ്കിലും അത്തരത്തിലുള്ള ചില ഗെയിമുകളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പം അത്തരത്തിലുള്ള ഗെയിമുകൾ അല്ലെങ്കിൽ വീടുകളിൽ തന്നെ ഗെയിമുകൾ സെറ്റ് ചെയ്തിട്ട് ഫിസിക്കൽ ഗെയിമുകൾ കളിക്കുന്നത്, ഇതിലൂടെയൊക്കെ ആയിരിക്കും കുട്ടികൾക്ക് ഒരുപക്ഷെ നല്ല വളർച്ച ക്രിയേറ്റ് ചെയ്യാൻ ഇനിയുള്ള കാലം സാധിക്കുക എന്ന് പോലും പറഞ്ഞുപോയി. അതിന് കാരണം കുട്ടികളുടെ സ്വാതന്ത്ര്യം എടുക്കുക എന്നുള്ളത് കുട്ടികളുടെ വയസ്സായതിൻ്റെ റിയാക്ഷൻ റോങ് ആയി പോയത് കൊണ്ടും അത് അവർ തന്നെ ഇല്ലാതാവുന്നത് കൊണ്ടുമാണ് ഇപ്പോൾ കുട്ടികളെ നഷ്ടപ്പെടുത്തി. പോലീസുകാരെ വിളിച്ചിട്ട് അമ്മ വിളിച്ചു പറയുകയാണ്, എൻ്റെ മകനാണ് ഇവൻ, കൊണ്ടുപോയിക്കോളൂ, ഇനി ഇവിടെ ആവശ്യമില്ല എന്ന് പറയുന്നിടത്തേക്ക് അമ്മമാരും അച്ഛന്മാരും 2025 100% എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന ഓരോ കുട്ടിയുടെയും തൊട്ടടുത്തുള്ള അമ്മയും അച്ഛനും ഇത് നാളെ ചെയ്യാം. കാരണം നിങ്ങൾ ചെയ്യുന്നത് റോങ് ആണെങ്കിൽ. അതുകൊണ്ട് ചെയ്യേണ്ടത് വളർത്തി ഉണ്ടാക്കിയ അച്ഛനോടും അമ്മനോടുമുള്ള അവർ ചെയ്ത ആക്ഷനോടുള്ള റിയാക്ഷൻ റോങ് ആവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മെച്യൂരിറ്റി, ക്വാളിറ്റി, അങ്ങനെ ഒരു മകനാവാനോ മകളാവാനോ എലിജിബിലിറ്റി സസ്റ്റെയിൻ ചെയ്യുന്നത് കൂടി നന്നായിരിക്കും. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ഗോഡ് ബ്ലെസ്. Love you all.